ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ? അങ്ങനെ നമ്മളെ അലീന പൗലോസ് ചേട്ടന്റെയും ആന്റപ്പന്റെയും ഒക്കെ ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ ഇപ്പൊ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. സാവിത്രി കുറച്ച് സാധനങ്ങളൊക്കെ ഏറ്റ് അവിടുന്ന് കടന്നു കളയുന്നുണ്ടായിരുന്നു. അതായത് അവള് അവിടെ പണിക്ക് വന്നതായിരുന്നു. പക്ഷെ പോകുന്ന വഴിയിൽ അവളുടെ സഞ്ചിയിൽ ഒരുപാട് അവിടുത്തെ അടുക്കള സാധനങ്ങളൊക്കെ പെറുക്കി ഇടുന്നുണ്ടായിരുന്നു. അരി, പഞ്ചസാര, എണ്ണ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇടുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ആന്റപ്പനും പൗലോസ് ചേട്ടനും എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള കളിയാണെന്നുള്ളത് അവൾക്ക് മനസ്സിലായി. അതായത് എന്തായാലും അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് പറയുന്നത് മിച്ചം വന്നിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുന്നതാണ്, പാവപ്പെട്ട ഒരു ഫാമിലിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഒഴിയുന്നുണ്ട്. പക്ഷെ അവൾ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ മിച്ചം വന്ന സാധനങ്ങളാവും, എണ്ണ, പഞ്ചസാര, അരിയൊക്കെ എങ്ങനെ മിച്ചം വന്നതാവും, അതാണ് എനിക്ക് മനസ്സിലാവാത്തതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ആ പാവപ്പെട്ട ടീമല്ലേ, അതുകൊണ്ട് കൊടുക്കുന്നതാണ്, മോള് കാര്യമൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ കേണൽ സാറ് അറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇത്രയും ചെറിയൊരു കാര്യമൊക്കെ കേണൽ സാറിനെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓ എന്നാ ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ, നിങ്ങളെല്ലാവരും അങ്ങോട്ട് വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടിട്ട് നിൽക്കുന്ന പൗലോസ് ചേട്ടനും ആന്റപ്പൻ ചേട്ടനും കുറച്ച് പേടി കുടുങ്ങിയിട്ടുണ്ട്. സംഗതി പണി പാളിയോ, ഇത് നമുക്ക് വെച്ച കെണിയാവും തോന്നുന്നുണ്ടെന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അടുക്കള സാധനങ്ങളാണ് പോയിട്ടുള്ളത്, അപ്പൊ നിന്റെ പേരിലാവും പറയാന്നൊക്കെ പൗലോസിനോട് ആന്റപ്പൻ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അറിയാതെ അവിടേക്ക് ആരും പ്രവേശിക്കില്ല എന്നും പൗലോസ് ചേട്ടൻ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും വഴിയെ നമുക്ക് എല്ലാം കാണാന്ന് പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളെ കൃഷ്ണമോള് ചായ കുടിക്കുന്നുണ്ട്, പുസ്തകം വായിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ ബബി വന്നിട്ട് അവൾക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാട്ടോ. ആ സമയത്താണ് അമ്മയ്ക്കൊന്നും വേണ്ടെന്ന് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്കൊന്നും വേണ്ടെന്നാണ് പറഞ്ഞതെന്ന് ബബി പറയുന്നുണ്ട് കേട്ടോ. അച്ഛൻ എന്താ കാണാത്തത്, ഇന്നും വരുന്നില്ലേ എന്ന് ബബി ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, എന്തായാലും വരും, വൈകി വരുന്നതാണ് നല്ലത്, അത്രയും സമയം നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാലോ എന്ന്. അപ്പോഴേക്കും അച്ഛന്റെ വണ്ടിയുടെ ഹോണടി കേൾക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ വന്ന ഉടനെ വാ തോരാതെ കൃഷ്ണമോളും അതുപോലെ തന്നെ ബബിയും സംസാരിക്കുന്നുണ്ട്. എല്ലാം അലീനയെ കുറിച്ചാണ്. ചേച്ചി അവിടെ കൊണ്ടാക്കിയോ, ചേച്ചിക്ക് വിഷമമുണ്ടോ, അവിടെ ആരൊക്കെയുണ്ട്, അവിടെ ചേച്ചി സേഫ് ആണോ എന്നിങ്ങനെ ശ്വാസം വിടാതെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നിനും ബാലചന്ദ്രൻ ഉത്തരം പറയാതിരിക്കുമേ ബബി പറയുന്നുണ്ട്, എന്താ അച്ഛനൊന്നും മിണ്ടാത്തതെന്ന്. അതിന് നിങ്ങൾ എനിക്ക് മിണ്ടാനുള്ള ഒരു അവസരം തരണ്ടേ, എല്ലാം ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അവളെ ഞാൻ വിളിച്ചിട്ടില്ലായിരുന്നു, എനിക്ക് വിളിക്കാൻ പറ്റിയില്ല, പോയിട്ടുള്ള കാര്യം ചോദിച്ചാൽ അവൾക്ക് നല്ല വിഷമമുണ്ട്, അതിൽ കൂടുതൽ വിഷമം എനിക്കും ഉണ്ട്, പക്ഷെ പോയിട്ടല്ലേ ഉള്ളൂ, അവളെല്ലാം അവിടെ ഒന്ന് ഓക്കെ ആയി വന്നോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവിടെ സേഫ് ആണെന്ന് ചോദിക്കുമ്പോൾ നിലവിൽ ഇപ്പം നമ്മുടെ വീട് ഒഴിച്ച് അവൾക്കിപ്പോൾ സേഫായി നിൽക്കാൻ പറ്റിയ ഒരേ ഒരു ഇടം അവിടെ മാത്രമേ ഉള്ളൂ എന്നും ബാലചന്ദ്രൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പിന്നെ അവള് ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ, അവിടെ എത്തി കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുമായി പൊരുത്തപ്പെട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മളെയൊക്കെ മറന്നേക്കുന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ, ഓ ബബി അതൊന്നും നടക്കില്ല അച്ഛാ, എന്തായാലും അലീന ചേച്ചി അങ്ങനെയൊന്നും മറക്കാനൊന്നും പോകുന്നില്ല, അച്ഛൻ ഓരോന്ന് പറഞ്ഞ് പറ്റിക്കാതെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാ മറക്കില്ലായിരിക്കും എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ അമ്മ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓ അമ്മ വന്നിട്ടുണ്ട്, ഓ ഇനി എന്തൊക്കെയാണോ അവിടുന്ന് കേൾക്കാനുള്ളത്, എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും അവൾക്ക് ചോദിക്കാനുള്ളത്, അവൾക്ക് വല്ല മാറ്റവും സംഭവിച്ചോ മക്കളെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്ത് മാറ്റം, അമ്മ അമ്മയായി തന്നെ ഇരിക്കുന്നുണ്ടെന്ന് കൃഷ്ണമോള് പറയുന്നുണ്ട്. ഓ അപ്പൊ അവള് വൈജയന്തി തന്നെയാണല്ലേ, എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നേരിടാനുള്ളതല്ലേ, ഇപ്പൊ തന്നെ പോയി നേരിട്ടേക്കാന്നും പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അപ്പോഴേക്കും വൈജയന്തി മുറിയിൽ നിന്ന് വന്ന്, ബാലചന്ദ്രൻ എവിടെ നിന്ന് വരുന്നു, എപ്പോഴാ പോയത്, അവളെ കൊണ്ടുവിട്ടത് ഇന്നലെയാണോ ഇന്നാണോ, എന്നിട്ട് ഇപ്പോഴാണോ വരുന്നതെന്നൊക്കെ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഓ നീ ഇപ്പോഴാണോ ഇവിടേക്ക് വന്നത്, നീ കുറെ കാലമായിട്ട് ഇവിടുന്ന് പോയതല്ലേ, നീ എങ്ങോട്ടാ പോയതെന്ന് എനിക്കറിയില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കണ്ടേ നീ എങ്ങോട്ടാ പോയതാണെന്ന്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഭാര്യ എങ്ങോട്ടാണ് പോയതെന്ന് ഭർത്താവ് അന്വേഷിക്കണം, അതുപോലെ തന്നെ ഭർത്താവ് എങ്ങോട്ടാണ് പോയതെന്ന് ഭാര്യയ്ക്കും അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ, എനിക്കത് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനിപ്പോൾ എന്തായാലും എങ്ങോട്ടാ പോയതെന്ന് പറഞ്ഞു തരാനും എനിക്ക് മനസ്സില്ല എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ തട്ടിക്കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞു തരാൻ മനസ്സില്ലാത്തത്, പറയാൻ പറ്റാത്തൊരു സ്ഥലത്തേക്കാണ് പോയതെന്ന് എനിക്ക് എന്തായാലും മനസ്സിലായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, പറയാൻ പറ്റാത്ത സ്ഥലത്തേക്ക് പോയതും മനസ്സിലോരോന്ന് ഒളിപ്പിച്ച് വെക്കുന്നതും ആരാന്ന് നീ നിന്നോട് തന്നെ ചോദിച്ചു നോക്ക്, നിന്റെ മനസാക്ഷിയോട് തന്നെ ചോദിച്ചു നോക്കുമെന്ന് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അപ്പൊ ഞാൻ എന്തോ മനസ്സിൽ വെച്ചിട്ടാണ് സംസാരിക്കുന്നതാണോ നിങ്ങൾ പറയുന്നതെന്ന് പറയുമ്പോൾ, അത് നീ തന്നെ ചോദിക്കുക, നിന്റെ മനസാക്ഷിയോട് ചോദിക്കുന്ന ബാലചന്ദ്രൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് കേട്ടോ. ഇത് വൈജയന്തിക്ക് ഇട്ടിട്ടുള്ള ഒരു അടിയാണ്. അന്നേരം കൃഷ്ണമോളും പ്രതികരിക്കുന്നുണ്ട്, അമ്മ അച്ഛനെയും മക്കളെയും വിട്ടിട്ട് അങ്ങ് ഇറങ്ങി പോയതല്ലേ, പിന്നെ എന്തെങ്കിലും അന്വേഷിച്ചോ, ഇല്ലല്ലോ, പിന്നെ അതുപോലെ തന്നെ അമ്മ ഇവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളും ഇവിടുന്ന് പല വഴിക്ക് പോയിരുന്നു, അമ്മ ചോദിച്ചോ, ഇല്ലല്ലോ, പിന്നെ അച്ഛൻ മാത്രം പോകുന്നത് എന്തിനാ ചോദിക്കേണ്ട ആവശ്യം, അതിന്റെ ആവശ്യമില്ല, ഇവിടുന്ന് പോയതിന് നിങ്ങൾക്ക് ശിക്ഷ കിട്ടുകയും ചെയ്ത്, കാലിന് പരിക്ക് പറ്റി 2 മാസം ഹോസ്പിറ്റലിൽ കിടന്നില്ല, അതൊന്നും പോരെ, ഇനിയും എന്തെങ്കിലുമൊക്കെ വേണോ, വെറുതെ അമ്മ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലോ, അല്ലെങ്കിൽ അമ്മയുടെ
ഭാര്യയുടെ വാക്കിനിപ്പോൾ വിലയൊന്നുമില്ല, ഇനി കൂടുതൽ വിലയില്ലാതെ ആക്കല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണമോള് പറഞ്ഞങ്ങ് പോകുന്നുണ്ട്. ഇത് കേട്ട ഉടനെ ബാലചന്ദ്രനും മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അന്നേരം ബബി വന്ന് ചോദിക്കുന്നുണ്ട്, വെറുതെ എന്തിനാ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയത്, വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും വൈജയ്ക്ക് ഉള്ളിലൊരു ടെൻഷൻ കയറിയിട്ടുണ്ട്. ബാലചന്ദ്രൻ എന്തോ മനസ്സിൽ വെച്ചിട്ടാണ് ജയന്തിയോട് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടെൻഷൻ എന്തായാലും വൈജയത്തിന്റെ ഉള്ളിൽ കിടന്ന് പിടയ്ക്കുന്നുണ്ട് കേട്ടോ. അലീന ആണെങ്കിൽ ആ എസ്റ്റേറ്റ് മൊത്തം കണ്ട് നോക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ഇവിടെ ഇനി കാണാനുള്ളതെന്നൊക്കെ നോക്കുന്നുണ്ട്. ആ സമയത്താണ് ബൈജുവിനെ അവിടെ കാണുന്നത്. അങ്ങനെ ബൈജുവും അലീനയും സംസാരിക്കുന്നുണ്ട്. അന്നേരം ബൈജുവിനെ അലീന ചേട്ടാന്ന് വിളിക്കുമ്പോൾ അയാൾ എന്നെ ചേട്ടാന്ന് വിളിക്കേണ്ട, എനിക്ക് അത്ര പ്രായമൊന്നും ഇല്ലാന്ന് പറയുന്നുണ്ട് കേട്ടോ. അന്നേരം അലീന ചോദിക്കുന്നുണ്ടോ, ഓ അപ്പൊ എന്നേക്കാൾ പ്രായം കുറവാണെന്നാണോ പറയുന്നത്? ഏയ് അങ്ങനെയല്ല, ചെറിയൊരു വ്യത്യാസം കാണുള്ളൂന്ന്. അന്നേരം പിന്നെ അലീനയെ കുഞ്ഞെന്ന് വിളിക്കുന്നുണ്ട്. എന്നെ കുഞ്ഞെന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, ഞാൻ കുഞ്ഞൊന്നുമല്ല എന്ന് അലീനയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും ബഹുമാനം കൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അന്നേരം അവളോട് മുൻ കാര്യങ്ങളൊക്കെ ബൈജു ചോദിച്ചറിയുന്നുണ്ട്. ഇതിനു മുൻപ് എവിടെയായിരുന്നു നിന്നത്? പാലാഴിയിലാണ് നിന്നതെന്ന് പറയുന്നുണ്ട്. അവിടെ എന്തായിരുന്നു ജോലി? ഞാൻ അവിടെ ഒരു മുത്തശ്ശിയെ നോക്കാൻ വേണ്ടി വന്നതായിരുന്നു, പിന്നെ അവിടുത്തെ എല്ലാ ജോലികളും ഞാൻ ചെയ്തു, അടിച്ചു വരല്, പിന്നെ അതുപോലെ തന്നെ പാത്രം കഴുകല്, അലക്കൽ, എല്ലാ ജോലിയും ഞാൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഓർഫനേജിൽ നിന്ന കാര്യം അയാൾ ചോദിക്കുന്നുണ്ട്. ഇതിനു മുൻപ് ഓർഫനേജിലായിരുന്നു അല്ലേന്ന്. അതെ, ഞാൻ അവിടെയായിരുന്നു, അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നതൊക്കെ എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ ഒരു നിഗൂഢത അയാൾക്കും തോന്നി. പിന്നെ കൂടുതലായിട്ടൊന്നും ചോദിച്ചില്ല. ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ആൻ്റപ്പനും പൗലോസ് ചേട്ടനും അതുപോലെ തന്നെ ബൈജു ഒക്കെ ഭയങ്കര ടെൻഷനിലാണ്. ആൻ്റപ്പൻ ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് ബൈജു സംസാരിക്കുന്നുണ്ട്. അവള് നമ്മളെ പറ്റിക്കാണെന്ന് തോന്നുന്നുണ്ട്, കേണൽ സാറിന്റെ മകളൊന്നുമല്ല അവള്. കേണൽ സാറിന്റെ മകളാണെങ്കിൽ പിന്നെ എങ്ങനെ ഇതിന്റെ മുൻപ് വേറൊരു വീട്ടില് ജോലിക്ക് നിൽക്കും? പിന്നെ അതുപോലെ തന്നെ അവള് ജനിച്ചു വളർന്നത് ഓർഫനേജിലാണെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തോ ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. എന്തായാലും കേണൽ സാറിന്റെ മകളല്ല. അവൾ ആദ്യം നിന്നിരുന്ന പാലാഴിയിൽ അവൾ എല്ലാ ജോലികളും എടുത്തിരുന്ന ഒരു പെണ്ണാണ്. പിന്നെ വയസ്സായ അമ്മച്ചിയെ വരെ അവൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് നമ്മുടെ നാട്ടിൽ വേലക്കാരി എന്നല്ല പറയാ. അങ്ങനെ ഒരു വേലക്കാരി ഒരിക്കലും കേണൽ സാറിന്റെ മകളായി വരില്ല. അതുമാത്രമല്ല, ഓർഫനേജിൽ നിൽക്കേണ്ട ആവശ്യം എന്താണ്? കേണൽ സാറിന്റെ മകളാണെങ്കിൽ ഒരിക്കലും ഓർഫനേജിലൊന്നും നിൽക്കത്തില്ലല്ലോ. അപ്പൊ എന്തോ ഒരു തട്ടിക്കൂട്ട് പരിപാടി ഇവിടെ ഉണ്ട്. അവിടെ അയാളുടെ മകളായിട്ടാണ് അവള് നിന്നിരുന്നത്, അയാളെ പറ്റിച്ച്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും കേണൽ സാറിന്റെ മകളായിട്ട്. പിന്നെ അതുപോലെ തന്നെ അയാൾ പറഞ്ഞ വേറൊരു കാര്യം ഉണ്ടല്ലോ, അതായത് മുൻപ് ആഗ്രയിൽ വെച്ച് ഉണ്ടായ ഒരു ബന്ധത്തിലുണ്ടായ മകളാണ് ഇവളെന്ന് പറയുന്നുണ്ടല്ലോ. അത് 24 വർഷങ്ങൾക്ക് മുൻപാണ്. എന്തായാലും നമുക്കത് അന്വേഷിച്ച് പോയാൽ അതിന്റെ ഒരു കച്ചിത്തുരുമ്പും കിട്ടത്തില്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞിട്ടുണ്ടായിരിക്കുക. പിന്നെ ഇതിന് DNA ടെസ്റ്റ് വരെ പോകണമെങ്കിൽ കുറച്ച് പണിയുള്ള കേസാണ്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടായിരിക്കുക. എന്തായാലും ഇത് അതായിരിക്കില്ല. എന്തായാലും നമുക്ക് ഈ കള്ളത്തരം ഒന്ന് പൊളിച്ചെടുക്കണം എന്ന് അവർ രണ്ടും കൂടി തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബൈജുവിനെ അറിയുന്ന ഒരു തോട്ടപ്പണിക്കാരനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കേണൽ സാറിന്റെ മകളാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്, അവളാകെ പണി പറ്റിക്കുന്നു തോന്നുന്നു എന്ന ലെവലിലൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവരെ ഭരിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരാളാണോ? പിന്നെ ഇവിടുത്തെ കള്ളത്തരങ്ങളൊക്കെ പൊളിയും. കാരണം ഈ ഒരു വലിയൊരു എസ്റ്റേറ്റിൽ ഇവരെന്തൊക്കെയോ കള്ളത്തരങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട് എന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായി. അത് അലീന മുഖേന കേണൽ സാർ അറിഞ്ഞ് അവരുടെ പണി തന്നെ പോകും എന്നുള്ള ടെൻഷൻ ഇവർക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സത്യം, അതായത് ഈ കേണൽ സാറിന്റെ മകളല്ല ഇവളെന്നുള്ള ഒരു കള്ളത്തരം പൊളിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളോട് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇനി ഇവർക്ക് സംഭവങ്ങളൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. യഥാർത്ഥത്തിൽ കേണൽ സാറിന്റെ മകളാണെങ്കിലും അതിന്റെ പിന്നോട്ട് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുള്ള കാര്യമൊന്നും ഇവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പറ്റിക്കൽ പരിപാടിയാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചാണ് ഇവർ നിൽക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവരുടെ പണി തന്നെ ഇവിടുന്ന് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇത്രയും കാലം വിശ്വസിച്ച് കൂടെ നിർത്തിയിരുന്ന ജോലിക്കാരാണ് അവര്. അതുകൊണ്ട് തന്നെ അവരെന്തെങ്കിലും പറഞ്ഞ് ഇനി അലീനയെ അവിടുന്ന് പുറത്താക്കൂല്ലേന്നും നമുക്കറിയില്ല. എന്തായാലും അലീന രോഹിത്തിന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവളാണെങ്കിൽ പറയുന്നുണ്ട്, എന്നോട് പറയാതെ പോയി, എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമം പറയുന്നുണ്ട്. രോഹിത്തിനെ ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു, എനിക്ക് പറയാനായിട്ട് അത്രമാത്രം ഒന്നുമില്ല. ഞാൻ പാലാഴിയിൽ നിന്ന് ഞാൻ കുളത്തപ്പുഴയിലേക്ക് പോകുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ഇപ്പോഴാണ് ഞാൻ കൂടുതൽ സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്. സ്റ്റാലിനി ജോസഫ് എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിലേക്കാണ് ഞാൻ വന്നത്. സ്റ്റാലിനി ജോസഫ് ആരാണെന്ന് നിനക്കറിയോ? ഇല്ലല്ലോ. ആഗ്രയിൽ വെച്ച് 23 വർഷങ്ങൾക്ക് മുൻപ് വൈജയന്തിക്ക് ഒരു ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധത്തിലുണ്ടായ മകളാണ് ഞാനെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാലിനി ജോസഫ് നിന്റെ പപ്പയാണോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അതെ, എന്റെ പപ്പയാണെന്ന്. ഞാൻ ഈ കേൾക്കുന്ന സത്യമാണോ? അലീന ചേച്ചി എന്നെ പറ്റിക്കില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ പറ്റിക്കില്ല, ഇത് സത്യം തന്നെയാണെന്ന്
പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. അത് അച്ഛൻ, അതായത് ബാലചന്ദ്രൻ കുറെ കാലം അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ് ഈ സത്യങ്ങൾ. അങ്ങനെ എന്നെ ഇപ്പൊ സ്റ്റാലിനി ജോസഫിന്റെ അടുത്ത് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതൊക്കെ സത്യമാവട്ടെ എന്ന് പറഞ്ഞ് അവൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഇത്രയും കാലം ആരും ഇല്ലാതിരുന്ന അലീന, അതായത് കുറെ കാലം ഓർഫനേജിൽ നിന്നു, അത് കഴിഞ്ഞിട്ട് ബാലചന്ദ്രന്റെ വീട്ടിൽ നിന്നു. അപ്പോഴൊന്നും അവൾക്ക് അറിയില്ലായിരുന്നു ഇവരൊക്കെ അവളുടെ ആരൊക്കെയോ ആണെന്നുള്ളത്. അപ്പോൾ ഇത്രയും വലിയ സൗഭാഗ്യങ്ങളൊക്കെ പെട്ടെന്ന് അവൾക്ക് വന്നു ചേർന്നപ്പോൾ അതൊരു സന്തോഷം തന്നെ ആവട്ടെ എന്ന് ഇവളും വിചാരിച്ചു. എന്തായാലും ഒരുപാട് സത്യങ്ങളൊക്കെ പലരും അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനിയും സത്യങ്ങൾ അറിയാൻ കിടക്കുന്നുണ്ട്. വൈജയന്തിയൊക്കെ അറിയാൻ കിടക്കുന്ന സത്യങ്ങൾ ആലോചിച്ചാൽ നമുക്കൊന്നും ഒരിക്കലും ഒരു പ്രതീക്ഷിക്കാൻ പറ്റാത്ത ട്വിസ്റ്റാണ് കഥയിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്. എല്ലാ സത്യങ്ങളും അറിയുന്ന വൈജയന്തിക്ക് മറ്റുള്ളവർ ഈ സത്യങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന് ധരിക്കുന്ന ഒരു മനോഭാവത്തിലാണ് ആളിവിടെ നിൽക്കുന്നത്. പക്ഷെ ഇതൊരിക്കലും എന്തായാലും പൊളിയും. കാരണം ഇന്നല്ലെങ്കിൽ നാളെ സത്യങ്ങളൊക്കെ പൊളിയും എന്നാണല്ലോ. അപ്പൊ അങ്ങനെ പൊളിഞ്ഞടങ്ങുന്ന ഒരു സമയം വരുമ്പോൾ വൈജയന്തിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡ്സ് ഒന്നും ആരും മിസ്സാക്കരുത്. അപ്പൊ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എന്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.